പാനൂർ നഗരസഭ ഇനി മാറും. ഒരു പതിറ്റാണ്ടിലേറെയായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വരുന്ന പാനൂർ നഗരസഭയ്ക്ക് സ്വന്തമായി ഓഫീസ് കെട്ടിടം ഒരുങ്ങുന്നു. 7 കോടി രൂപയുടെ പദ്ധതി 1.5 വർഷത്തിനകം പൂർത്തിയാകും. പാനൂർ ടൗണിനോട് ചേർന്നുള്ള 18 സെന്റ് സ്ഥലത്ത് പുതിയ നഗരസഭാ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം പൂർത്തിയായതോടെ പദ്ധതിയുടെ യാഥാർത്ഥ്യത്തിലേക്കുള്ള നീക്കം സജീവമായിരിക്കുകയാണ്. 7 കോടി രൂപ ചിലവിൽ നടപ്പിലാക്കിയ പദ്ധതിക്കായി കേരള അർബൻ ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ നിന്ന് 5 കോടി രൂപ വായ്പയായും നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്ന് 2 കോടി രൂപയും കണ്ടെത്തിയിട്ടുണ്ട്. ഷാഫി പറമ്പിൽ എംപിയാണ് പദ്ധതിയുടെ ശിലാസ്ഥാപനം നിർവഹിച്ചത്. വിവിധ കാരണങ്ങളാൽ പ്രവൃത്തി അനിശ്ചിതത്വത്തിലായിരുന്നെങ്കിലും നിലവിലെ തടസ്സങ്ങളെല്ലാം പരിഹരിച്ചിട്ടുണ്ടെന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും ചെയർപേഴ്സൺ കൂടത്തിൽ നൌഷത്ത് പറഞ്ഞു. നമ്മുടെ പാനൂർ മുനിസിപ്പാലിറ്റിയിൽ പുതിയ ഭരണസമിതി വന്നതിന് ശേഷമുള്ള പ്രഥമ പരിഗണന കൊടുക്കുന്നതാണ് നമ്മുടെ മുനിസിപ്പാലിറ്റിക്ക് ആസ്ഥാന കെട്ടിടം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ DPR ഒക്കെ തയ്യാറാക്കി നമുക്കിപ്പോൾ 7 കോടിയുടെ പ്രൊജക്റ്റാണ് നമ്മുടെ ആസ്ഥാനം. അതിൽ 5 കോടി KRDBCയുടെ ലോണും അതുപോലെ തന്നെ 2 കോടി നമ്മുടെ ഓൺ ഫണ്ടും ആണ്. അപ്പോൾ അതിൻ്റെ DPR ഒക്കെ തയ്യാറാക്കി ഞങ്ങൾ ഗവൺമെന്റിലേക്ക് അയച്ചിട്ടുണ്ട്. അതിന്റെ സാങ്ഷൻ കിട്ടിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ JDയുടെ അപ്രൂവ് കിട്ടി ഞങ്ങളിപ്പോൾ ഗവൺമെന്റിലേക്ക് അയച്ചിട്ടാണുള്ളത്. അതിനിടയ്ക്കാണ് നമുക്ക് ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ചു കാലത്തോളം അതൊക്കെ പെൻഡിങ് നിൽക്കേണ്ടി വന്നു. കാരണം പുതിയ ഗവൺമെന്റ് വന്നതിന് ശേഷം അതിന്റെ ഒരു സാങ്ഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ ഗവൺമെന്റിന്റെ ഓർഡർ കിട്ടുന്ന മുറയ്ക്ക് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ ടെൻഡർ വിളിച്ചിട്ട് നമുക്ക് ഇതിന്റെ പ്രവൃത്തി ആരംഭിക്കാൻ കഴിയും. ഏകദേശം ഒരു 1.5 വർഷം കൊണ്ട് നമുക്ക് ഈ ഒരു ആസ്ഥാന കെട്ടിടം എന്ന വലിയൊരു സ്വപ്നം പൂർത്തീകരിക്കാൻ കഴിയുമെന്ന നല്ല പ്രതീക്ഷയുണ്ട്. 2015 നഗരസഭ രൂപീകരിച്ച ശേഷം ആദ്യകാലത്ത് പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിലായിരുന്നു പ്രവർത്തനം. പിന്നീട് സ്ഥലപരിമിതിയും സൗകര്യക്കുറവും രൂക്ഷമായതോടെ ഓഫീസ് വാടക കെട്ടിടത്തിലേക്ക് മാറ്റുകയായിരുന്നു. എന്നാൽ 11 വർഷം പിന്നിട്ടിട്ടും നഗരസഭയ്ക്ക് സ്വന്തം കെട്ടിടം ലഭിക്കാത്തത് വലിയ പരിമിതിയായി തുടരുകയാണ്. നിലവിലെ കെട്ടിടത്തിലും സ്ഥലക്കുറവും അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയും കാരണം ജീവനക്കാരും പൊതുജനങ്ങളും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. 36 ജീവനക്കാർ വേണ്ടിടത്ത് നിലവിൽ 16 പേർ മാത്രമാണ് ജോലി ചെയ്യുന്നത്. ജീവനക്കാരുടെ കുറവും പരിമിതമായ ഓഫീസ് സൗകര്യങ്ങളും സേവന വിതരണത്തെ ബാധിക്കുന്ന സാഹചര്യമാണ് നിലവിൽ. പൊതുജനങ്ങൾക്ക് കൂടുതൽ വേഗത്തിലും കാര്യക്ഷമമായും സേവനങ്ങൾ ലഭ്യമാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് നഗരസഭ അധികൃതരും നാട്ടുകാരും. നഗരസഭ പുതിയ കെട്ടിടം സാക്ഷാത്കാരമാകുന്നതോടെ പൊതുജനങ്ങൾക്ക് കൂടുതൽ വേഗത്തിലും കാര്യക്ഷമമായും സേവനങ്ങൾ ലഭ്യമാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് നഗരസഭ അധികൃതരും നാട്ടുകാരും. ന്യൂസ് സൈറ്റ് പാനൂർ. നിങ്ങളുടെ വീട് നിങ്ങളുടെ അഭിമാനം, ഒപ്പം ഞങ്ങളുടെയും. വീടും പരിസരവും പ്രകൃതിയുടെ വൈവിധ്യം കൊണ്ട് സമ്പന്നമാക്കാൻ ടണൽ ആഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി. ബോൺസായി, ഓർണമെന്റൽ, എക്സോട്ടിക്, ഇൻഡോർ, ഔട്ട്ഡോർ ഫ്രൂട്ട് പ്ലാന്റുകളുടെ വിപുലമായ ശേഖരം. ലാൻഡ്സ്കേപ്പിംഗ്, ഡിസൈനിംഗ് ആൻഡ് ഗാർഡനിംഗ് രംഗത്ത് വിദഗ്ധരുടെ സേവനം. ഇനി നിങ്ങളുടെ പൂന്തോട്ടം മനസ്സുപോലെ മനോഹരം. The biggest nursery in Kannur district since 1997, approved by Government of Kerala.